മാനേജർ ഹലോ എന്തേ മാനേജറിലെ മാനേജർ ആ മാനേജറാണ് ഇരിക്കടാ. എന്താ കാര്യം? കാര്യം എന്താണ്? അത് നോക്കി. ധാര അക്കൗണ്ട് അതെൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടാണ്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള FD 10 ലക്ഷം റുപ്യ. പേരെന്താ? എൻ്റെ പേര് സത്യശീലൻ. ഹലോ ഹലോ ഇവിടെ അച്ഛൻ്റെ പേരെന്താണ്? കുമാരനോ? കുമാരൻ മലേഷ്യൻ കുമാരൻ. നിങ്ങളുടെ പേര്? എൻ്റെ ഒറിജിനൽ പേര് സത്യശീലൻ. ആ അപ്പൊ നിങ്ങൾക്ക് കാശ് കിട്ടൂല കേട്ടോ. കാശ് കിട്ടൂല. എന്താ കാശ് കിട്ടൂല? കിട്ടൂല പറഞ്ഞാ ആ വ്യക്തിയല്ല നിങ്ങള്. ഞാൻ സത്യശീലനാണ്. നിങ്ങൾ സത്യശീലനാണ്. എന്നെ പറഞ്ഞ ഇതില് നോമിനിയുടെ പേരിട്ടേക്കണത് സത്യപാലൻ എന്നാണ്. അതെ, സത്യപാലൻ തന്നെയാണ് ഞാന്. സത്യപാലനാണ് ഞാൻ, സത്യശീലനാണ് ഞാൻ. നിങ്ങളിങ്ങനെ ഓരോ പേര് വിളിച്ചു പറഞ്ഞാൽ ആ വരുന്നവർക്ക് കാശ് എടുത്ത് കൊടുക്കാം. സാറേ, എന്റെ അച്ഛൻ എന്നെ സത്യപാലാന്ന് വിളിക്കും. എന്റെ ഒറിജിനൽ ഇങ്ങനെ ഇതിലൊക്കെ ഉള്ള പേര് സത്യശീലൻ എന്നാണ്. ഈ രണ്ടാളും ഞാനാണ്. എന്റെ അച്ഛൻ മലേഷ്യ കുമാരനാണ്. സുഹൃത്തെ, ഈ ആളിപ്പോ ഇവിടെ മലേഷ്യയില? അയാളിപ്പോ മലേഷ്യയിലില്ല, അയാൾ മരിച്ചുപോയി. അത് നന്നായി. നിങ്ങളുടെ അച്ഛപ്പ ജീവിച്ചിരിപ്പില്ല. വെറുതെ അതൊന്നും പറയണ്ട. പൈസ എനിക്ക് എടുത്തു തരും. പൈസ ഇതിവിടെ ഒരു കുട്ടി സഞ്ചിയിൽ ഇട്ട് വെച്ചേക്കല്ല കായ്. ഇവിടെ ബാങ്കിൽ ഇരിക്കണ കായാണ്. അത് തരണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെളിവും എവിഡൻസ് ഒക്കെ വേണം. അല്ലാണ്ട് നിങ്ങൾ വന്ന് കുറെ ആൾക്കാർ ഞാനാണ് സത്യശീല, ഞാനാണ് സത്യപാലൻ എന്ന് പറഞ്ഞാൽ കായ് എടുത്ത് തരാൻ പറ്റൂല. എന്റെ വയൽ എന്താണ് കൊഴുവാണ്. അവിടെ നിന്നിട്ട് വലിയ വലിയ വർത്താനം പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ സാറ് ഇതൊക്കെ പറയുമ്പോ പിന്നെ എന്താ മുണ്ടാട്ടക്കണെങ്കിൽ? അല്ല, തെളിവാണിത് സാറേ. ഞാൻ എന്റെ പെരേന്റെ അടുത്തുള്ള ആളാ. എന്റെ അച്ഛനാണ് കുമാരൻ, മലേഷ്യൻ കുമാരൻ. ഈ കുമാരട്ടപ്പനെ വിളിക്കല് സത്യപാല എന്നാണ്. പക്ഷെ നാട്ടുകാർ മുഴുവൻ സത്യശീല എന്നാ വിളിക്കും. രണ്ടുപേരും തന്നെയാണ്. സുഹൃത്ത്, നിങ്ങൾ ഓന്റെ അമ്മയൊന്നല്ലല്ലോ, അയൽവക്കല്ലേ? അല്ല, തെളിയിക്കപ്പെടുന്ന അമ്മേനെ. അമ്മ നേരത്തെ മയ്യത്തായി പോയി. അക്കൗണ്ട് ഉള്ള ആള് മരിച്ചിരിക്കുകയാണ്. അയാൾ മയ്യത്തായി. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ മരിച്ച പ്രസിഡന്റ് ആയിട്ടല്ല അതിന്റെ നോമിനിക്ക് അതിന് അർഹതപ്പെട്ട കായ് കിട്ടും. പക്ഷെ അതിനുള്ള തെളിവ് വേണം ഇവിടെ. അപ്പൊ എഴുതാ കൊണ്ടുവരിക, തെളിവ് ഞാൻ എന്റെ പോക്കറ്റിലിട്ട് വെച്ചേക്ക. നിങ്ങൾ അതിനുള്ള ഓഫീസുകളായിട്ട് ബന്ധപ്പെടണോ? ഏത് ഓഫീസാണിത്? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ കുമാരൻ, അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണോ ഒന്ന്. പിന്നെ അതിന്റെ റിലേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ അച്ഛനാണെന്നുള്ളത് തെളിയിക്കാനുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതും പോലെ നിങ്ങളിപ്പോ രണ്ടുപേരാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, സത്യശീലൻ സത്യപാലൻ അല്ലേ? ഇത് രണ്ടും ഞാനാണല്ലോ. എന്താ ഈ സാറ് സുഹൃത്തെ, നിങ്ങൾക്ക് ഇവിടെ ഡിസ്കഷൻ നടത്താനുള്ള സ്ഥലമല്ലേ ഇത്? ബാങ്കാണ്. ഞാൻ പറയണത് മനസ്സിലാവില്ല. 1.5 ലക്ഷം രൂപ കടം കൊടുത്തിട്ടേ അത് തരാൻ പറഞ്ഞതാ. ബാങ്കിൽ വന്നാൽ നേരിട്ട് എടുത്തുതരാൻ പറഞ്ഞ പുറത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു. കിട്ടാണ്ട് ഞാൻ കുമാരന്റെ അച്ഛനല്ല. ആരും വേണ്ടില്ല. പുറത്തേക്ക് ഇത് ഇവിടെ സുഹൃത്തെ നിങ്ങൾക്കല്ലേ കായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടോ? കരയല്ലേ, ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ല, അത് കിട്ടും. നിങ്ങൾ അർഹതപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ വെറുതെ ഇവിടുന്ന് വരുന്നവർക്കൊക്കെ ചോദിച്ചു വരുന്നവർക്കൊക്കെ കായ് എടുത്ത് കൊടുക്കാൻ ഞാൻ ഈ 10 ലക്ഷത്തിന് 1 കോടി രൂപ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരും ഇവിടെ. എനിക്കറിയില്ല. നിങ്ങള് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ കേട്ടോ. പോയിക്കോളി. കട്ടട് ആകെപ്പെട്ടു പോയി.